ചില പ്രണയങ്ങളുണ്ടല്ലേ, നമ്മളൊന്നും വിട്ടുപോകത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് പോയ വഴിക്ക് പിന്നെ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു പ്രണയം അതെങ്ങനെ അങ്ങ് നിലനിൽക്കും, നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. മനസ്സിലായി കാണുമല്ലേ, ഭക്ഷണത്തോടുള്ള പ്രണയം. അപ്പോൾ എല്ലാ ഭക്ഷണപ്രിയർക്കും ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ടുഡേയ്സ് ടേസ്റ്റിൽ. അപ്പോൾ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്ത് റെസിപ്പിയാണ് ഉണ്ടാക്കി തരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ചോദിച്ചറിയാം നമ്മളെ ഗസ്റ്റിനോട്. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം ആരാണ്? ബിറ്റി മനുവാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് എൽസാസ് മാജിക് ബൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വെഞ്ചറിൻ്റെ ഓണറാണ് ബിറ്റി ചേച്ചി. ഇന്ന് എന്താണ് ഉണ്ടാക്കി തരുന്നത്? ഇന്ന് നമുക്ക് സ്കോച്ചറൂസ് ആവാം. സ്കോച്ചറോസ് എന്നുള്ള ഒരു പേര് കേൾക്കും പലരും സ്കോച്ചോ എന്നുള്ളൊരു ഡൗട്ട്. സ്കോച്ചറോസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇവിടെ പലരും തല കുലുക്കുന്നുണ്ട്. അത് എന്താണ് ശരിക്കും സ്കോച്ചറോസ് എന്നുള്ള കാര്യം അറിയാത്തവർക്ക്, എനിക്കും അത് പുതിയൊരു ഇതാട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സ്വീറ്റ് ആണെന്നുള്ളൊരു കാര്യം അറിയാം, ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് സ്കോച്ചറൂസ്? ആക്ച്വലി നമ്മുടെ ഹാമ്പർ ബോക്സസ് ഉണ്ട്. ഞങ്ങളിവിടെ ഹാമ്പർ ബോക്സസ് കൊടുക്കുന്നതിനകത്ത് ഒരു ഐറ്റമാണ് സ്കോച്ചറൂസ് എന്ന് പറയുന്നത്. അതാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സിഗ്നേച്ചർ ഇവിടെ കോമൺ അല്ല. കേരളത്തിൽ സ്കോച്ചറൂസ് കോമൺ അല്ല. എന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോവാണ് അല്ലേ അതിന്റെ റെസിപ്പി. എന്താ അപ്പൊ ശരിക്കും പറഞ്ഞ സ്വീറ്റ് ആണ്. ടോഫി പോലുള്ള ഒരു ടോഫി പോലെ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ആക്ച്വലി അതൊരു ലൈൻ ബാർ പോലത്തെ ഒരു ലൈൻ ബാർ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. ആ ഒരു ഫീലിംഗ് ആണ് അതിനുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. എന്നിട്ട് നമുക്കിത് ഇപ്പം ബിറ്റി ചേച്ചിയുടെ മാത്രമായിട്ടാണെന്ന് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ട്രിവാൻഡ്രത്ത് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ആരും ഉണ്ടാക്കിയിട്ടുള്ളത്. ഹാമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞു. എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ആണോ ഹാമ്പേഴ്സ്? അതെ, ഹാമ്പേഴ്സ് സ്പെഷ്യൽ ഒക്കേഷൻസ് ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ട്രഷർ ഓഫ് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചില സമയത്ത് ഈ കുറേ ഫ്ലേവേഴ്സ് എല്ലാം കൂടി പുതിയ ഫ്ലേവേഴ്സ് ആയിരിക്കും ഒരു ഹാമ്പർ ബോക്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ നേരത്തെ ഒരു അഡ്വർടൈസ്മെന്റ് പോലെ അല്ലെങ്കിൽ നേരത്തെ നമ്മളിങ്ങനെ ഈ വീക്കിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഡെലിവറി ഒക്കെ ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് എന്തായാലും ട്രിവാൻഡ്രത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ട്രിവാൻഡ്രം അല്ല, ആക്ച്വലി എൻ്റേത് കൊച്ചിൻ, ഇടുക്കി അങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. ആക്ച്വലി കസ്റ്റമേഴ്സ് പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. അതെ, അവര് ഇപ്പം പ്രീ ബുക്ക് ചെയ്തിട്ട് അവര് രാവിലെ പോകുമ്പോൾ അത് എടുത്തിട്ട് പോകാറുണ്ട്. അപ്പൊ നമ്മുടെ ഡെലിവറി പാർട്ട്ണറായിട്ട് നമ്മൾ ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്? നമുക്കുള്ള ഡെലിവറി പാർട്ട്ണർ എന്ന് പറയുന്ന അവരാണ് ചെയ്യുന്നത്. പിന്നെ മാഗിയുടെ ഫട്ടാഫട്ടും എടുക്കാറുണ്ട്. പിന്നെ സ്വിഗ്ഗി, ജീനി, ഈ 3 പേരാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഐറ്റംസ് നേരത്തെ വേണം എന്നുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്യുക. പ്രീ ബുക്ക് ചെയ്തിട്ട് എൽസ മാജിക് ബൈറ്റ്സ് ഒന്ന് ഇൻസ്റ്റാ പേജ് ഉണ്ട് അല്ല, ഇൻസ്റ്റാ ഹാൻഡിലുണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്. അപ്പോൾ ഈ 2 പേജിലോ ഇൻസ്റ്റയിലോ വാട്സാപ്പിലോ അല്ലെങ്കിൽ നമ്മളുടെ FBയിലോ നമുക്ക് നേരത്തെ പ്രീ ബുക്ക് ചെയ്യാം. ഈ പറയുന്ന ഡെലിവറി ഏജൻസ് നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടെത്തിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ്ലി വന്നെടുക്കാനാണെന്നുണ്ടെങ്കിൽ നേരെ തിരുവനന്തപുരം ആനേറ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക്. ഫ്ലാറ്റിൻ്റെ നെയിം ബീക്കൺ സ്കൈ എന്നാണ് ഫ്ലാറ്റിൻ്റെ പേര്. അപ്പോൾ ഇവിടെ അടുത്തെങ്ങാനൊക്കെ വന്നിട്ട് ചേച്ചീനെ വിളിച്ചാൽ മതി, കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരും. ഇവിടെ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ ഇനി വച്ച് താമസിപ്പിക്കേണ്ട. എല്ലാവരും വിചാരിക്കായിരിക്കും കത്തി വെച്ചുകൊണ്ടിരിക്കുന്നു, സാധനത്തിനാണല്ലോ വെയിറ്റ് ചെയ്യുന്നത്. ശരി, അപ്പം നമ്മളുടെ റെസിപ്പി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? നമ്മളുടെ റെസിപ്പി നമുക്ക് എടുത്തിരിക്കുന്നത് മെയിനായിട്ട് വേണ്ടത് റൈസ് ക്രിസ്പ്. അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 കപ്പ് അല്ലേ? 3 കപ്പ് റൈസ് ക്രിസ്പ്. ഓക്കെ, അതിന് ഞാൻ 1/2 കപ്പ് ഹണി എടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഷുഗറും 1/2 കപ്പ് പീനട്ട് ബട്ടറും. പീനട്ട് ബട്ടർ ക്രഞ്ചി അല്ല വേണ്ടത്, ക്രീമി ടൈപ്പ്. എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത്. 1/2 കപ്പ് വീതം എല്ലാം. 1/2 കപ്പ്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്, ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് കൂടി വേണം. അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? അതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഓക്കെ, ശരി. ഇതിപ്പോൾ നമ്മൾ ഇതിൽ ഒരു പാൻ ഉണ്ട്, അതിൽ വെള്ളം നമുക്കത് ഇങ്ങോട്ട് വെള്ളം വെക്കുന്ന വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അതായിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തൊരു പാൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫൈനലിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ റൈസ് ക്രിസ്പിനെ നമുക്കൊരു ടെക്സ്ചറിൽ എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹണി. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ 1/2 കപ്പ് വീതം എടുത്തേക്കുന്നത്. ഹണിയും ഷുഗറും അതിനൊരു റേഷ്യോ ഉണ്ട്. അതായത് 3 കപ്പിന് നമ്മൾ 1/2 കപ്പാണ് എടുക്കുന്നത്. ഓക്കെ, 3 കപ്പിന് 3 കപ്പ് റൈസ് ക്രിസ്പിന്
ഓക്കെ, ഹാഫ് കപ്പ് വീതമാണ് ബാക്കി ഐറ്റംസ് എടുക്കുന്നത്. റേഷ്യോ അപ്പം അങ്ങനെയാണ്. അതെ. അപ്പോൾ ഇപ്പം നമ്മൾ പാനിനകത്ത് ഹണിയും ഷുഗറും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മെൽറ്റ് ആവണം. ഓക്കെ ഓക്കെ, ലിക്വിഡ് ഫോമിൽ വരണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ എങ്ങനെയാണ്? ഓരോ ഐറ്റംസും നമ്മളിങ്ങനെ ഇരുന്ന് മെനക്കെട്ടിരുന്ന് ട്രൈ ചെയ്യുമോ? എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുന്ന റെസിപ്പീസൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റെസിപ്പീസ് നോർമലി നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ആക്ച്വലി കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമുക്ക് കൂടുതലൊരു ഇതുണ്ടാവുമല്ലോ, കൂടുതൽ സ്വീറ്റ് ആണെങ്കിലും സ്പൈസി ആണെങ്കിലും ഒക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഐറ്റം അവിടെ മെൽറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇതിപ്പം പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ട് ഒട്ടും ക്രിസ്റ്റൽ പാടില്ല. ഇതൊന്ന് നല്ലതായിട്ടൊന്ന് നല്ലൊരു ലിക്വിഡ് ഫോമിൽ തന്നെ വരണം. അതെ. അപ്പം നമ്മൾ ഈ റെസിപ്പീസ് ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് ആക്ച്വലി പുറത്തുനിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള റെസിപ്പീസ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ട്രൈ ചെയ്യണം. ഡിഫറെന്റ് ഒരേ കൺസിസ്റ്റൻസിയിൽ ടേസ്റ്റ് തന്നെയല്ല, ടെക്സ്ചർ പോലും സിമിലർ ആണെങ്കിൽ അവർക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വെറൈറ്റീസ് ട്രൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് ഇവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ നാച്ചുറലി എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെയാണ് നമ്മൾ പിന്നെ പുറത്തേക്ക് അത് കൊടുത്തു തുടങ്ങുന്നത്. എനിക്ക് ബിറ്റു ചേച്ചിയുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ മാക്സിമം ഈ സെയിം ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലാണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് മെനുവിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ അതുകൊണ്ടായിരുന്നു ചോദിച്ചത് എവിടുന്ന ഈ റെസിപ്പി കണ്ടുപിടിക്കുന്നതെന്നുള്ളത്. അപ്പം എന്തായാലും ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലേവേഴ്സിൽ നിന്നും ഒക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് മെനുവിലുണ്ട്. ഒരുപാട് അതൊക്കെ ഒത്തിരി ഇന്നോവേഷൻസ് ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചെയ്യാറുണ്ട്. ട്രസ്ലേറ്റേഴ്സിലാണെങ്കിൽ പോലും നമുക്ക് ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട്. അത് നല്ല ഹിറ്റായിട്ട് മൂവിങ് ആണ്. അതിലൊന്ന് ഗുലാബി റസ്മലായി എന്നൊക്കെ പറയുന്നത്. പിന്നെ മാജിക് ഷാർലി എന്ന് പറഞ്ഞ റെസിപ്പി ഉണ്ട്, ഫ്ലേവർ ഉണ്ട്. അതൊക്കെ ഫസ്റ്റ് നമ്മുടെ സിഗ്നേച്ചർ ഫ്ലേവേഴ്സ് ആണ് അതൊക്കെ. അവിടെ നമ്മുടെ ഐറ്റം ബബിൾ നമ്മൾ ഇനി സംസാരിച്ചുകൊണ്ടിരുന്നാൽ അത് കഴിയുമല്ലേ? അതെ. അപ്പൊ ഇതിനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മൾ പീനട്ട് ബട്ടറും കൂടി മിക്സ് ചെയ്യാം. ഓക്കെ, ശരി. നമ്മളുടെ ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പം ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ടച്ച് ചെയ്യേണ്ട, അതൊന്നും വേണ്ട. അത് ശരിക്കും മെൽറ്റ് ആയതിനു ശേഷം മാത്രം ചെയ്താൽ. അപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പീനട്ട് ബട്ടർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ക്രഞ്ചി ആയിട്ടുള്ളത് യൂസ് ചെയ്യരുത്, ക്രീമി ആയിട്ടുള്ളത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എങ്കിൽ ക്രഞ്ചി ആയിട്ടുള്ള യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഈ ഐറ്റത്തിൻ്റെ ടെക്സ്ചർ അങ്ങ് മാറും. അതെ. അപ്പോൾ ഇത് നമ്മൾ ഓഫ് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ പീനട്ട് ബട്ടർ ഇടുന്നത്. ഓക്കെ, നമ്മൾ അത് നേരത്തെ ഓഫ് ചെയ്തായിരുന്നു അല്ലേ? ഓഫ് ചെയ്തിട്ടാണ് പീനട്ട് ബട്ടർ ഇടുന്നത്. ശരി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റൈസ് ക്രിസ്പ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന റൈസ് ക്രിസ്പ്. അതെ, 3 കപ്പ്. 3 കപ്പിനകത്തോട്ട് നമ്മളിത് മിക്സ് ചെയ്യുക. ഓക്കെ, ശരി. സ്പീഡാവോ? നമ്മളങ്ങ് ഇടുക, ചൂടോടെ തന്നെ അങ്ങ് മിക്സ്. ആക്ച്വലി നമ്മളുടെ സ്നിക്കേഴ്സ് ചോക്ലേറ്റിലൊക്കെ ഉള്ള ആ ക്രിസ്പി സാധനം ഇതാണല്ലേ? ഇപ്പോഴാണ് എനിക്ക് കത്തി ഇതെന്താണ് ഐറ്റം എന്നുള്ളത്. ഇതിപ്പോൾ എന്താ, ഇത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം. നല്ലോണം മിക്സ് ചെയ്യണം. ഇതിൽ എല്ലാ സൈഡും നല്ലതായിട്ട് കോട്ടഡ് ആവണം. ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആ പീനട്ട് എല്ലായിടത്തേക്കും എത്തണം. നമ്മൾ ഓരോ അരിമണികളും പറക്കിയെടുക്കുമെന്നൊക്കെ പറയുന്നല്ലേ, ഓരോ ഐറ്റത്തിലും കോട്ടാവണം കേട്ടോ. ഇവിടെ മെൽറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇളക്കാൻ പറ്റുന്ന ടൈപ്പിലൊരു ഷീറ്റ് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാക്രൂൺ ഷീറ്റ് ഉണ്ടല്ലോ, മാക്രൂൺ ഷീറ്റിൽ ഇങ്ങനൊരു ഇത് വെച്ചിട്ടായിരിക്കും ഇത് എടുക്കുന്നത്. അപ്പോൾ ആ ഷേപ്പിൽ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കിട്ടും. മാക്രോൺ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്രോൺസ് ഉണ്ടാക്കുന്ന വേണ്ടിയിട്ടുള്ള ഷീറ്റ്. ശരി. ഓക്കെ, ഇതിങ്ങനെ നല്ലോണം പ്രസ് ചെയ്യണം. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ആക്ച്വലി ഇത് എന്തിനാണ് വെക്കുന്നത് വെച്ചാൽ ഇതിപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പും കിട്ടും. നമുക്ക് ഈ ചോക്ലേറ്റ് ഇനി ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കണം, അതിനും കൂടി. അപ്പൊ അത് സൈഡ് ലീക്ക് ആവാൻ പാടില്ല. അതിനും കൂടെ വേണ്ടിയിട്ട് ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്, ഡാർക്ക് കോമ്പൗണ്ട് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ അല്ലേ? നമ്മൾ നേരത്തെ നമ്മളുടെ എന്തായിരുന്നു റൈസ് ക്രിസ്പ് ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈസ് ക്രിസ്പ്, അതിൻ്റെ അകത്ത് നമ്മളുടെ പീനട്ട് ബട്ടർ ഉണ്ട്, പിന്നെ ഷുഗർ, ഹണി എല്ലാം കൂടെ ഉള്ള ഒരു ഐറ്റമാണ് നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മുടെ ഈ ചോക്ലേറ്റ് മെൽറ്റ് ആയല്ലോ,
അതിനെ ഒഴിക്കാം. മെൽറ്റ് ആയത് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതെടുത്ത് ഒഴിക്കുക ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഒരു 10 minutes നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. അതൊന്ന് ആ ചോക്ലേറ്റ് ഒന്ന് ഹാർഡ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും ബാക്കി കത്തി വെക്കാം. ആ സമയത്തേക്കും ഇത് നമുക്കൊന്ന് സെറ്റ് ആക്കാനായിട്ട്. അപ്പോൾ ഓടിപ്പോയി സെറ്റ് ആക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. 10 minutes മതി, അന്നേരത്തേക്ക് ആവും. അതെ, ജസ്റ്റ് ഈ ചോക്ലേറ്റ് ഒന്ന് ഹാർഡ് ആവുന്ന ഒരു കൺസിസ്റ്റൻസി. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഒത്തിരി 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ ഫ്രീസറിൽ കയറ്റാം അല്ലേ? ഫ്രീസറിൽ കയറ്റിയാലും കുഴപ്പമില്ല. നമ്മുടെ ഐറ്റം ഇവിടെ സെറ്റ് ആയിരിപ്പുണ്ട്. അപ്പോൾ ഈ ഐറ്റം ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മാത്രമല്ല, നമ്മളുടെ ആര് വരുന്നുണ്ട്? ചെറിയ ആള് വരുന്നുണ്ട്. ബിറ്റി ചേച്ചീൻ്റെ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആളല്ലേ? അപ്പം നമ്മുടെ കിച്ചുവിനെ വിളിക്കാം. നമ്മൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആളിവിടെ എത്തി. ഇതാണ് നമ്മുടെ കിച്ചു അല്ലേ? എന്താണ് ഒറിജിനൽ നെയിം എന്നാ? ഒഫീഷ്യൽ നെയിം എന്നാ? അക്ഷിത് എന്നാണ് പേര്. KVയിലാണ് പഠിക്കുന്നത് അല്ലേ? ആള് എന്താണ് നമ്മൾ അഡ്വർടൈസ്മെന്റിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. ഓൾറെഡി ഒരു സ്റ്റാർ ആണ്. അമ്മ ഉണ്ടാക്കണ എന്ത് ഐറ്റം ഇഷ്ടമുള്ള? എന്തോ കേക്ക് കഴിക്കും. എന്നാൽ ഏറ്റവും ഇഷ്ടമുള്ളത് കേക്ക്സ് ആണോ? അല്ല, പിന്നെന്താ? ചോക്ലേറ്റ്സ് ഒക്കെ ആണ് ഇഷ്ടമുള്ളത്. അമ്മ എല്ലാം ഉണ്ടാക്കി തരാറുണ്ട്. ആളങ്ങ് ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഫ്രണ്ടിലോട്ട് വരും. കിടന്നു വരൂ. പിന്നെ എന്നൊക്കെയാണ് വേറെ? ഇപ്പൊ നമ്മൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അഭിനയമൊക്കെ ഇതിൽ മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ? വലുതായിട്ടൊന്നും ഇല്ല. എന്താണ് പിന്നെ ആഗ്രഹം? എന്താണ് വലുതാകുമ്പോൾ എന്താണെന്നാണ് ആഗ്രഹം? പോലീസ് ആവണമെന്നാണ് ആഗ്രഹം. വളർന്നു വരുന്ന ഒരു പോലീസുകാരനാണ് ഇപ്പൊ നമ്മുടെ സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്താലോ? ശരി. മോളിൽ നമ്മൾ ഇളക്കി ഇതിനിപ്പം കട്ട് ചെയ്യാൻ പോകും. സ്കോച്ചറോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്കോച്ചറോസ് തന്നെയല്ലേ? സ്കോച്ചറോസ്. ഓക്കെ, ദേ നമ്മുടെ സ്കോച്ചറോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാമല്ലോ അല്ലേ എല്ലാവർക്കും? ദേ ഐശ്വര്യമായിട്ട് എടുത്തോളൂ. എങ്ങനെയുണ്ട്? കൊള്ളാം. സൂപ്പറായിട്ടുണ്ടോ? എത്ര മാർക്ക് കൊടുക്കും? 10ൽ എത്ര മാർക്ക് കൊടുക്കും? 8 കൊടുക്കാം. 2 മാർക്ക് പോയി. അമ്മ എങ്ങനെയാ വീട്ടിലെങ്ങനെയാ? കുഴപ്പമില്ല. അടിയൊക്കെ തരാറുണ്ടോ? അടിയൊക്കെ കിട്ടാറുണ്ടോ? ആഹാ. അമ്മയുടെ സൈഡില് മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. മോൻ 8 മാർക്ക് കൊടുത്തു. ഞാൻ ഇനി കഴിച്ചിട്ട് പറയാം. നമുക്ക് കടിച്ചെടുക്കാനായിട്ട് ഇച്ചിരി ഒരു നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നല്ലേ? ബട്ട് ദെൻ ഞാൻ ആക്ച്വലി നേരത്തെ ഇവിടെ വെച്ചിരുന്ന റൈസ് ക്രിസ്പും ബാക്കി ഐറ്റംസ് ഒക്കെ നേരത്തെ ഇങ്ങനെ സൈഡിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കിള്ളായിട്ടുണ്ട്, നല്ല യമ്മി ആയിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ചോക്ലേറ്റ് ഒരു സ്വീറ്റ് കൂടെയാണ്. നല്ല യമ്മി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിലും ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ ട്രൈ ചെയ്യാനായിട്ട് മടിയായിട്ടുള്ളവർക്ക് നേരെ നമ്മുടെ ബിറ്റി ചേച്ചിനെ കോൺടാക്ട് ചെയ്യാം. ബിറ്റി ചേച്ചി ഉണ്ടാക്കി തരും അല്ലേ? എങ്ങനെയാ ഇതിന്റെയൊക്കെ ചാർജ് ചെയ്യുന്നത്? എങ്ങനെയാ ഇത് ആക്ച്വലി ഹാമ്പറിനകത്തിടും. ഞാൻ ഇതിന് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ചാർജ് ചെയ്യാറില്ല. ഇതിന് ആ ഒരു ഇതിൽ തന്നെ ഹാമ്പർ ബോക്സിനകത്ത് വരുന്ന ഒരു ചാർജ്. സെപ്പറേറ്റ് ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പീസസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊരു ഫുൾ സെറ്റ് ഒരു 700-800 അങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്ത് കൊടുക്കാം. ശരി. അപ്പോൾ എന്തായാലും നല്ല യമ്മി ആയിട്ടുള്ള ഒരു നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ സ്നിക്കേഴ്സിൻ്റെ ഫ്ലേവർ അല്ലേ, ദിസ് ഇസ് ഡിഫറെൻറ്റ്. പക്ഷേ സ്നിക്കേഴ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഐറ്റം ആട്ടോ ഇത്. നമ്മൾ അവസാനം കണ്ടുപിടിച്ചു. അപ്പോൾ എന്തായാലും നല്ല യമ്മി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി തരില്ലേ? തീർച്ചയായും. നമ്മൾ ഡെഫിനറ്റ്ലി ഇന്ന് കുറേ റെസിപ്പീസും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. താങ്ക് യു സോ മച്ച് അക്ഷിത്. കിച്ചു എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു ഐറ്റവുമായിട്ട്. അതുവരെ ബൈ.